എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഒരു മുട്ടക്കറിയാണ് കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സിമ്പിൾ മുട്ടക്കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് കൂടി ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് നേരം വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കാഷ്യൂനട്ടൊക്കെ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മുട്ട ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 6-7 മുട്ട ഞാൻ ബോയിൽ ചെയ്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്ത് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ അതേ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ഇതൊക്കെ കുറച്ച് 2 ഏലക്ക, 2 കഷ്ണം പട്ട, 2 കരയാമ്പ്, ഇതൊക്കെ മാത്രമാണ് കേട്ടോ ചേർത്തേക്കുന്നത്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സവാള പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത്, കുരുമുളക് പൊടി, ഇതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മസാല പൗഡർ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തെടുക്കാം. ഇനി വേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ 2 വലിയ സ്പൂണ് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൈരാണ് കേട്ടോ ചേർക്കുന്നത്, തക്കാളിയല്ല, തൈരാണ്. ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉലുവയുടെ ഇല ഉണങ്ങിയതുണ്ടല്ലോ, അതാണ് കേട്ടോ ഒരു 1/2 ടീസ്പൂണ് ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ഈ മുട്ടക്കറിക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ആ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അതും കൂടി ചേർത്തെടുക്കാം. നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് തിളപ്പിച്ചെടുത്തത്. അപ്പോൾ അടപ്പൊക്കെ തുറന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ചെറിയൊരു കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്താൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെയും ഇടിയപ്പം, പൊറോട്ട, അപ്പം എല്ലാത്തിനും കൂടെ കഴിക്കാവുന്ന അടിപൊളി ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെറൈറ്റി മുട്ടക്കറിയാണ്. അപ്പോൾ എന്നാൽ ശരി, നല്ല വിഭവങ്ങളായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.